ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? എല്ലാ മക്കളും സന്തോഷമായിട്ടിരിക്കണം. ഒരു കൊച്ചു പ്രാർത്ഥനയിലൂടെ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്താ ചെയ്യുക? എഴുന്നേറ്റ് നിന്ന് കൈ കൂപ്പി പിടിച്ച് കണ്ണുകൾ അടച്ച് നിൽക്കണം. നല്ല കുട്ടികളാണ്. അപ്പോൾ നമുക്കൊരു കൊച്ചു പ്രാർത്ഥനയിലൂടെ ആരംഭിക്കാം. എൻ്റെ കൊച്ചുണ്ണീശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങ് നൽകുന്ന ഓരോ ദിനവും എൻ്റെ ജീവിതത്തിലെ ദാനങ്ങളാണെന്ന തിരിച്ചറിവോടെ ഏറ്റവും വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. നേർവഴിയിലൂടെ ചരിക്കാൻ എൻ്റെ പാദങ്ങളെയും, നല്ലത് പ്രവർത്തിക്കാൻ കൈകളെയും, നല്ലത് ചിന്തിക്കാൻ ബുദ്ധിയെയും മനസ്സിനെയും, നല്ലത് കാണാൻ കണ്ണുകളെയും, നല്ലത് സംസാരിക്കാൻ നാവിനെയും ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ ഒരു 15 മിനിറ്റ് നല്ല കുട്ടികളായിട്ടിരിക്കണം. ശ്രദ്ധയോടുകൂടി നല്ല മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഒരിക്കൽ ഒരു റബ്ബിയോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ദൗത്യം എന്താണ്? ഇത് കേട്ടപ്പോൾ റബ്ബി അയാളോട് പറഞ്ഞ മറുപടി ഇതാണ്: ഒരു മനുഷ്യന് ദൈവമായി തീരാനുള്ള വാതിലാണ് വിശുദ്ധ ഗ്രന്ഥം. അപ്പം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം, നമ്മുടെ വിശുദ്ധ ബൈബിൾ, അതിൽ നിന്നും നൽകുന്ന ഓരോ വചനങ്ങളും നമ്മെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റും. അപ്പം നല്ല കുട്ടികളായി വിശുദ്ധ വചനമനുസരിച്ച് ജീവിക്കണം. തയ്യാറാണല്ലോ? ഇനി ടീച്ചർ നിങ്ങൾക്കൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നിങ്ങൾ പറയണം അതാരുടെ വാക്കുകളാണെന്ന്. അവന്റെ വഴികൾ ഒരുക്കുക, ഊടുവഴികൾ നിരപ്പാക്കുകയും ചെയ്യുക. ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പാപികളെ നിങ്ങൾ പശ്ചാത്താപപ്പെട്ട് മാനസാന്തരപ്പെടുവിൻ. ആരാണ്? ഞാൻ മരുഭൂമിയിലെ ശബ്ദമാകുന്നു. എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനും ബലവാനുമാകുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറടിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവന്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ കളവുറ്റം വൃത്തിയാക്കുകയും ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിച്ചു വെക്കുകയും പതിരുകൾ തീയിലിട്ട് നശിപ്പിക്കുകയും ചെയ്യും. വരുവാനിരിക്കുന്ന രക്ഷകൻ അങ്ങ് തന്നെയാണോ? ഞാൻ അവന്റെ വഴി ഒരുക്കുന്നവനാണ്. ഞാൻ വെള്ളം കൊണ്ടും അവൻ തീ കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും നിങ്ങളെ ജ്ഞാനസ്നാനം ചെയ്യിക്കും. അയാൾ ഭ്രാന്തനാണ്. അല്ല, അദ്ദേഹം പ്രവാചകനാണ്. ഞാൻ അദ്ദേഹത്തിലൂടെ പോകുന്നു. എങ്കിൽ നിനക്കും ഭ്രാന്താണ്. വീഡിയോ കണ്ടല്ലോ. ആരുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്? വെരി ഗുഡ്. വിശുദ്ധ സ്നാപക യോഹന്നാൻ. ടീച്ചർക്ക് അറിയായിരുന്നു ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുമെന്ന്. കാരണം കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിലെ അവസാനത്തെ പാഠഭാഗത്തിൽ വിശുദ്ധ സ്നാപക യോഹന്നാനെക്കുറിച്ചും പ്രവചനങ്ങളെക്കുറിച്ചും മറ്റ് പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിരുന്നതാണ്. ഈ സ്നാപക യോഹന്നാനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അന്ന് പഠിച്ചത്? ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നവനാണ്. പിന്നെ മറ്റൊന്നെന്താണ്? ജനങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെ മാമോദീസ നൽകി. ഏറ്റവും അവസാനത്തെ പ്രവാചകൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം അതിങ്ങനെയാണ്: ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരെന്താണ്? ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അല്ല, അവരെല്ലാവരും കൂടി പോയത് എങ്ങോട്ടാ? ജോർദാൻ നദിയുടെ തീരത്തേക്കാണ്. അപ്പം നമുക്കും കൂടി അങ്ങോട്ട് പോയാലോ? അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? സ്നാപക യോഹന്നാൻ ജനങ്ങൾക്ക് മാമോദീസ നൽകുന്നു. അനുതാപത്തിൻ്റെ മാമോദീസ ജനങ്ങൾക്ക് നൽകുകയാണ്. അവരുടെ ഇടയിലേക്ക് ആരോ ഒരാൾ നടന്നു വരുന്നുണ്ട്. ആരാണത്? ഈശോ സ്നാപക യോഹന്നാൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. അത് കണ്ടപ്പോൾ സ്നാപക യോഹന്നാന് വളരെ പരിഭ്രമമായി. അപ്പോൾ സ്നാപക യോഹന്നാൻ ഈശോയോട് പറയുന്നുണ്ട്,
അങ്ങയുടെ അടുക്കിലേക്ക് വന്ന് അങ്ങിൽ നിന്നാണ് ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് അങ്ങ് എന്തിനാണ് എൻ്റെ അടുക്കിലേക്ക് വരുന്നത്? അപ്പോൾ ഈശോ നൽകുന്ന മറുപടി ഇതാണ്: ഇപ്പോൾ നീ ഇത് സമ്മതിക്കുക, സർവനീതിയും പൂർത്തിയാകുക ഉചിതമാണ്. അങ്ങനെ യോഹന്നാൻ ഈശോയ്ക്ക് മാമോദീസ നൽകാൻ തയ്യാറാകുന്നു. സ്നാപക യോഹന്നാൻ പറഞ്ഞു, അതുമാത്രം പോരാ, യഹൂദ മതത്തിലുള്ളവരും എന്ത് ചെയ്യണം? സ്നാനം സ്വീകരിക്കണം. അങ്ങനെ അവരെ പൂർണ്ണമായി ശുദ്ധീകരിച്ചുകൊണ്ട് വരുവാനിരിക്കുന്ന രക്ഷകന് വേണ്ടി അവര് തയ്യാറാവണം. അങ്ങനെ സ്നാപക യോഹന്നാൻ യഹൂദ മതത്തിലുള്ളവരെയും കൂടി ജ്ഞാനസ്നാനം നൽകിക്കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കുകയാണ്. ഇനി ടീച്ചർ മറ്റൊരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് നടന്ന വലിയൊരു അത്ഭുതം. എന്താണ് അവിടെ സംഭവിച്ചത്? സ്വർഗം തുറക്കപ്പെട്ടു. പിന്നെ പരിശുദ്ധാത്മാവ് എന്തിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു? പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് ഈശോയുടെ മേൽ ആവസിച്ചു. ഒപ്പം സ്വർഗത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി അല്ലേ? എന്തായിരുന്നു ആ സ്വരം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതൊക്കെ ടീച്ചർ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു കൊച്ചു സംശയം ഉണ്ടാവും. ഈശോ ദൈവപുത്രനല്ലേ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മാമോദീസ സ്വീകരിക്കുന്നത്? ഈശോ മാമോദീസ സ്വീകരിച്ചതിൻ്റെ പിന്നിൽ ചില ദൗത്യങ്ങളുണ്ട്. ഒന്ന്, നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീരണം ഈശോയ്ക്ക്. ദൈവപുത്രനാണെങ്കിൽ കൂടിയും നമ്മിൽ ഒരുവനെ പോലെ, പാപിയെ പോലെ ഈശോയ്ക്ക് ആയിത്തീരണം. മറ്റൊന്ന്, സ്നാപക യോഹന്നാന് ഈശോയെ ജനങ്ങൾക്ക് മുൻപിൽ സാക്ഷ്യപ്പെടുത്തണം, അതിനൊരവസരം ഉണ്ടാക്കി കൊടുക്കണം. മറ്റൊന്ന്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വെളിപാടിനുള്ള അവസരം. ഈശോയെ മാമോദീസ മുക്കുന്ന വേളയിലാണ് സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ആവസിക്കുന്നതും പിതാവിൻ്റെ സ്വരം കേൾക്കുന്നതും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോയും മാമോദീസ സ്വീകരിക്കുന്നത്. അടുത്ത ദിവസം സ്നാപക യോഹന്നാൻ ഈശോയെ കണ്ടപ്പോൾ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈശോയെ കുഞ്ഞാട് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് പല കാരണങ്ങളുണ്ട്. പഴയ നിയമകാലം മുതൽ നമുക്കെടുത്തു നോക്കിയാൽ കുഞ്ഞാട് എന്ന വിശേഷണം നമുക്ക് പല ഭാഗത്തും കാണാനായിട്ട് സാധിക്കും. അബ്രാഹത്തിൻ്റെ ബലിയിൽ തൻ്റെ ഏകപുത്രൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായി അബ്രഹാം പോകുന്നു. ബലിയിൽ സംപ്രീതനായ ദൈവം പറയുന്നു, നീ മകനെ ബലിയർപ്പിക്കേണ്ട, പകരം എന്ത് ചെയ്യണം? മുൾപടർപ്പിൽ ഉള്ള ആ കുഞ്ഞാടിനെ നീ ബലിയർപ്പിക്കുക. ഇസ്രയേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരായതിൻ്റെ അനുസ്മരണാർത്ഥം അവർ പെസഹ തിരുനാൾ ആചരിക്കുന്നു. അന്നേ ദിവസം ഒരു കുഞ്ഞാടിൻ്റെ രക്തമാണ് കട്ടിലപ്പടികളിൽ തളിക്കുന്നത്. മറ്റൊരു സന്ദർഭം, യഹൂദന്മാർ തൻ്റെ പാപപരിഹാരത്തിനുള്ള ബലിയർപ്പിക്കാനായി എല്ലാ വർഷവും ഒരു കുഞ്ഞാടുമായിട്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നത്. പക്ഷേ ഇതൊന്നും അവിടെ പാപപരിഹാരം അവിടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. ദൈവം തൻ്റെ പുത്രനെ ഒരു കുഞ്ഞാടായി ലോകത്തിന് നൽകുകയാണ്. ഈശോയുടെ മാമോദീസ വേളയിൽ അനുസ്മരിക്കപ്പെടുന്ന സംഭവങ്ങൾ അവിടുന്ന് ബലിയർപ്പിക്കാനിരിക്കുന്ന കാൽവരിയിലെ ബലിയെയും ഒപ്പം അതിനുശേഷമുള്ള മഹത്വപൂർണമായ ഉദ്ധാനത്തെയുമാണ്. ഈശോയുടെ മാമോദീസ സൂചിപ്പിക്കുന്നത് എന്താണ്? അവിടുന്ന് അർപ്പിക്കാനിരിക്കുന്ന ബലിയെയും തുടർന്നുള്ള മഹത്വപൂർണമായ ഉദ്ധാനത്തെയുമാണ്. ആദ്യം ടീച്ചർ പറഞ്ഞത് ഈശോയുടെ മാമോദീസയെക്കുറിച്ച് പറഞ്ഞു. അടുത്തതായി ടീച്ചർ പറഞ്ഞത് എന്താണ്? സ്നാപക യോഹന്നാൻ ഈശോയെ വെളിപ്പെടുത്തുന്നു. അടുത്തൊരു കാര്യം കൂടി ടീച്ചർ പറഞ്ഞു, ഈശോയുടെ മാമോദീസ അനുസ്മരിപ്പിക്കുന്നത് എന്താണ്? അവിടുന്ന് കാൽവരിയിൽ അർപ്പിക്കാനിരിക്കുന്ന ബലിയെയും തുടർന്നുള്ള മഹത്വപൂർണമായ ഉദ്ധാനത്തെയുമാണ്. ഇനി അടുത്തൊരു ടോപ്പിക്കും കൂടി ഉണ്ട്. ചിത്രം കാണിച്ചു തരാം ടീച്ചർ. പരിശുദ്ധ ത്രിത്വം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ അപ്പൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, നമ്മളൊരു 3-4 പേരുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ അധ്യാപിക, നമ്മുടെ ടീച്ചർ ഉണ്ടാവും, ഒപ്പം നമ്മുടെ കൂട്ടുകാർ ഒരു 10-25 പേരുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു തീരുമാനം എടുക്കണം. അപ്പോൾ അത് 20 പേരും 20 അഭിപ്രായം പറഞ്ഞാൽ നടക്കുമോ?
അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അപ്പൻ വേറെ അഭിപ്രായം, അമ്മ വേറെ അഭിപ്രായം പറഞ്ഞാൽ നടക്കോ? ഇല്ല. നമ്മളെല്ലാവരും ഒരു തീരുമാനത്തിലെത്തുമ്പോഴാണ് അവിടെ വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈശോയുടെ മാമോദീസ വേളയിൽ കണ്ടു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അവർ 3 പേരാണ് അല്ലേ? പക്ഷെ എന്താണ്, അവരവിടെ ഏകമായി ഒന്നിച്ചു ഈശോയിൽ ആവസിച്ചു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കേന്ദ്രം ആരാണ്? ത്രിത്വൈക ദൈവമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ അവിടെ അനുസ്മരിക്കപ്പെടുന്നത് എന്താണ്? ഈശോയുടെ മാമോദീസയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യം, അത് ഇപ്രകാരമാണ് പറയുന്നത്: ഈശോ മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ആശീർവാദവും നമ്മെ അനുസ്മരിപ്പിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തെയാണ്. വൈദികൻ ദിവ്യബലിയിൽ 2 പ്രാവശ്യം നമുക്ക് ഈ ആശീർവാദം നൽകുന്നുണ്ട്. ഒപ്പം ദിവ്യബലിയിലെ ഉദ്ധാനഗീതം പാടുമ്പോൾ അവിടെയും അനുസ്മരിക്കപ്പെടുന്നത് ഈശോയുടെ മാമോദീസയും കൂടിയാണ്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഈശോയുടെ മാമോദീസ, സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യം, പരിശുദ്ധ ത്രിത്വം. ഈശോ മിശിഹ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായി. ഈശോയെ നമ്മൾ മിശിഹ എന്നുകൂടി നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ? ഈ മിശിഹ എന്ന പദത്തിന് ഒരു അർത്ഥമുണ്ട്. ഈ മിശിഹ എന്ന പദത്തിന് ഒരു അർത്ഥമുണ്ട്. എന്താണ്? അഭിഷേകം ചെയ്യപ്പെട്ടവൻ. ഈശോ മിശിഹ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. മിശിഹ എന്ന പദത്തിൻ്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ആരാണ്? ഓരോ സ്നാപക യോഹന്നാന്മാരാണ് അല്ലേ? മാമോദീസയിലൂടെ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് നമ്മളൊരു ക്രിസ്ത്യാനിയായി മാറി, തുടർന്ന് കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയൊക്കെ നമ്മൾ ആ വിശുദ്ധിയോടുകൂടി ജീവിക്കുകയാണ്. അപ്പം നമ്മൾ സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നു. ഓരോ മനുഷ്യൻ്റെയും ഹൃദയം പാപത്തിൽ നിന്നും മോചിപ്പിച്ച് ജ്ഞാനസ്നാനം നൽകി പാപത്തിൽ നിന്നും കഴുകിക്കളഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയാക്കി കൊണ്ടുവന്നു. അപ്പം അതുപോലെ നമ്മളും ഞാനും നിങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ ലഭിക്കുന്ന അവസരങ്ങൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. കൊച്ചു കൊച്ചു നന്മകളായിരിക്കും. അത് വീട്ടിലായിരിക്കാം, നിങ്ങളുടെ ക്ലാസ്സിലായിരിക്കാം, മറ്റു സ്ഥലങ്ങളിലായിരിക്കാം. ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. പിന്നെ ടീച്ചറെടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഒരു കൊച്ചു ഹോംവർക്കോട് കൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നുമില്ല, നിങ്ങൾക്ക് ടീച്ചർ അത്ഭുതം, ഈശോയുടെ മാമോദീസ വേളയിൽ നടന്ന അത്ഭുതം ചിത്രം കാണിച്ചു അല്ലേ? അത് നിങ്ങളുടെ പാഠഭാഗത്തുണ്ട്. ആ ചിത്രം നിങ്ങളൊന്ന് ഒരു പേപ്പറിൽ, എന്ത് പേപ്പറാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, A4 ഷീറ്റ് ആണെങ്കിൽ അതിൽ, അല്ലെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പേപ്പറിലോ നിങ്ങളൊന്ന് വരയ്ക്കാം. അതിൻ്റെ താഴെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈശോയ്ക്ക് സാക്ഷ്യം നൽകിയ ഒരു അനുഭവം, കൊച്ചനുഭവം മതി, നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു നന്മ, അത് നിങ്ങൾ എഴുതണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചർ അത് ചോദിക്കും. നിങ്ങളെല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ്, നല്ല കുട്ടികളായിട്ടാണ് ടീച്ചറുടെ ക്ലാസ് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത്. ഒരു കൊച്ചു പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എൻ്റെ കൊച്ചുണ്ണീശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങ് നൽകുന്ന ഓരോ ദിനവും എൻ്റെ ജീവിതത്തിലെ ദാനമാണെന്ന തിരിച്ചറിവോടെ ഏറ്റവും വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്നെയും ഒരു സ്നാപക യോഹന്നാനായി മാറ്റണമേ. ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ, ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാൻ ലഭിക്കുന്ന ഓരോ അവസരവും പ്രയോജനപ്പെടുത്തി എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ മുന്നേറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.